ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിരിക്കാം. 2014 അന്ന് ആകെ തകർന്നു കിടന്ന ഇന്ത്യൻ ഫുട്ബോളിന് പ്രതീക്ഷയേകിക്കൊണ്ട് സൗത്ത് അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും ആസ്വദിച്ചിരുന്നവർക്ക് പ്രതീക്ഷ എഴുതിക്കൊണ്ട് ഒരു ടൂർണമെന്റ് അവതരിക്കുന്നു. അതെ, ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ്. പിന്നീട് ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ഐ ലീഗിനെ സെക്കൻഡ് ഡിവിഷനിലേക്ക് തള്ളിക്കൊണ്ട് ISL ടോപ്പ് ഡിവിഷനായി മാറുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ ഒരുപാട് സെലിബ്രിറ്റി ഓണേഴ്സ്, വിരാട് കോഹ്ലി വരെയുള്ള സെലിബ്രിറ്റി ഓണേഴ്സ്, കൂടാതെ ഒരു ഉത്സവ പ്രതീതി. അംബാനി എയർലൈൻസിന്റെ കീഴിലുള്ള FSDL അതിന്റെ കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സായി എത്തുന്നു. ഇങ്ങനെ വർണ്ണാഭമായി ISLന്റെ പ്രഥമ സീസൺ അരങ്ങേറുന്നു. അത് മികച്ച രീതിയിൽ പോകുന്നു. പിന്നീട് സീസൺ പുരോഗമിക്ക് ഇന്ത്യൻ ഫുട്ബോളിനും വലിയ ഡെവലപ്മെന്റുകൾ സമ്മാനിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളിന് പുതുശ്വാസവും സമ്മാനിച്ച് ISL മുന്നോട്ട്. പക്ഷേ പയ്യെ അതിലേക്ക് ഒരു കരുനിഴൽ വീണു തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധികൾ ക്ലബ്ബുകളിലേക്ക് വന്നു തുടങ്ങി. FSDL അടുത്തിറക്കിയ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് 10,000 കോടിയോളം വരുന്ന നഷ്ടം സഹിച്ചാണ് അവർ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ്. അത് തെളിയിക്കുന്നതായിരുന്നു ബാംഗ്ലൂരു അതിലൊരു ടീം ഫ്രാഞ്ചൈസി ആയ ബാംഗ്ലൂരു FCയുടെ CEO ഓണർ എല്ലാമായ നമ്മുടെ പാർത്ഥ് ജിന്ദാൽ പുള്ളിക്കാരൻ നിത അംബാനിക്ക് അയച്ച ലെറ്റർ. അങ്ങനെ ക്ലബ്ബുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇടുത്തിയായി കോവിഡ് പ്രതിസന്ധി. അങ്ങനെ എല്ലാം അതിജീവിച്ച് ഇങ്ങനെ ISL മുന്നോട്ട് പോകുമ്പോഴാണ് 2025 എന്ന വർഷം അവതരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന് താരമൂല്യമുള്ള ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ സമ്മാനിച്ച് ഒരുപാട് താരങ്ങളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് സമ്മാനിച്ചുകൊണ്ടായിരുന്നു ISLന്റെ മുന്നോട്ട് പോക്ക്. 2025 എല്ലാം മാറി മറിഞ്ഞു. അതെ, ഒരു ജൂണിലെ ഒരു വൈകുന്നേരം അന്ന് FSDL ഒരു ലെറ്റർ അയക്കുന്നു. കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിനെ തീരുമാനിക്കുന്ന മാസ്റ്റർ റൈസ് എഗ്രിമെന്റ് പുതുക്കാത്തതിനാൽ ISL സസ്പെൻഡ് ചെയ്യുന്നു. അതിന് മറുപടിയായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന AIFF അവരുടെ കഴിവുകേട് മറയ്ക്കാനായി പറഞ്ഞത് ഒന്ന് മാത്രമായിരുന്നു. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അവരുടെ ഭരണഘടന സംബന്ധിച്ചുള്ള വിഷയം ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ തീരുമാനമെടുക്കാൻ ആകുന്നില്ലെന്ന്. അവർക്ക് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്ന് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നത്. അതിനുശേഷം നവംബർ ഡിസംബർ ആ ഒരു സമയം സൂപ്പർ കപ്പ് എന്ന ടൂർണമെന്റ് ISL ടീമുകൾക്ക് അതായത് ലീഗ് നടക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെ AIFF നടത്തുന്നു. എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അത് സ്റ്റേറ്റ്മെന്റുകൾക്ക് പിന്നാലെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്ന ഒരു ഫെഡറേഷൻ മാത്രമായി AIFF എന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. വെറും ചായ കുടിക്കുന്ന ഒരു മീറ്റിങ്ങുകൾ മാത്രമായി കല്യാൺ ചോബയുടെയും സംഘത്തിന്റെയും മീറ്റിംഗ്. സ്റ്റേറ്റ്മെന്റുകൾക്ക് പിന്നാലെ സ്റ്റേറ്റ്മെന്റുകൾ. എന്ത് വിശ്വസിക്കണമെന്നറിയാതെ ആരാധകർ. അതിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായ ഒരു കൺട്രിയുടെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ്, ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ഒരു ഗെയിം ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് നടക്കാത്ത അവസ്ഥ മാത്രമായിരുന്നില്ല. ഇഷ്ട ടീമുകളിൽ നിന്ന് ഇഷ്ടതാരങ്ങൾ പോകുന്നതും ടീം വിടുന്നതും, കൂടാതെ നമ്മുടെ താരങ്ങൾ പോലും നാണക്കേടിന്റെ പരകോടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നതും എത്രയോ നാണക്കേടിന്റെ പടുകുഴിയിൽ തല കുനിച്ചിരുന്ന് ആരാധക ജനലക്ഷങ്ങൾ സാക്ഷികളായി. ഒടുക്കം ആ കഠിനമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അത് ഒരുപാട് മീറ്റിങ്ങുകൾ FSDL ഇനിയില്ല. ഒരുപാട് മീറ്റിങ്ങുകൾക്കൊടുവിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അത് സംഭവിക്കുന്നു. അത് AIFF ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു. ISL നടക്കും ഫെബ്രുവരി 14. പക്ഷേ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കുമെന്ന് ഓൾറെഡി നമ്മൾ അറിഞ്ഞതാണ്. നമ്മളിപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട സമയത്താണ് നമ്മുടെ രാജ്യത്തെ ലീഗ് കഴിവുകേടെന്നല്ല എന്ത് പറയണം ഗൈസ് ഇതിനെയൊക്കെ. ഫെബ്രുവരി 14 മുതൽ മെയ് 17 വരെ ആയിരിക്കും ISL നടക്കുക. 15 അതായത് 14 ടീമുകളാണല്ലോ മൊത്തത്തിലുള്ളത്. അതിൽ ടീമുകൾ പലതും മനസ്സോടെ സമ്മതിക്കുന്നതാണ്. ഇപ്പോഴും കൺസേൺസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രോഡ്കാസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ടില്ല. ഹോം വെന്യൂ ഒക്കെ കൺഫേം ചെയ്യാൻ AIFF ഭയങ്കര മികച്ചതായിരുന്നു. ഇനിയിപ്പോൾ
ചായ കുടിയല്ലല്ലോ, ഇനി കൊക്കക്കോളയും കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ വനിതാ ഫുട്ബോൾ ടീമിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിട്ട് കൊക്കക്കോള എത്തിയതോടെ കൊക്കക്കോളയും കുടിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ, ക്ലബ്ബുകളൊക്കെ മനസ്സോടെയാണ് ഇത് സമ്മതിച്ചിരിക്കുന്നത്. അത് പല ക്ലബ്ബുകളും അത് വ്യക്തമാണ്. ബ്രോഡ്കാസ്റ്റേഴ്സിനെ ഒന്നും തീരുമാനമായിട്ട്, കാരണം നമുക്ക് കൊള്ളാവുന്ന ഒരു ചാനലിൽ കൊള്ളാവുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കളി കാണണമല്ലോ. അത് നടക്കുക തന്നെ വേണം. അത് എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം. പിന്നെ വ്യാഴം, വെള്ളി, ശനി, ഞായർ വീക്കെൻഡുകളിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക. ഇതിൽ വ്യാഴാഴ്ച മാത്രം ഒരു മത്സരവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡബിൾ ഹെഡേഴ്സ് ആയിരിക്കും. അതായത് 2 മത്സരങ്ങൾ 5:30-ക്കും 7:30-ക്കുമായിട്ടായിരിക്കും മത്സരങ്ങൾ. ഇത് അറിയേണ്ട ഒന്ന് മാത്രമാണ്, ഇത് ആര് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എന്തായാലും AFCയിൽ നിന്ന്, അതായത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്ന് ഒരു എക്സെഷൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ സീസൺ മാത്രം 13 ഒരു തട്ടിക്കൂട് സെറ്റപ്പിൽ നടത്തിയാൽ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷേ AFCയുടെ 2 സ്പോട്ടുകൾ അത് പ്ലേ ഓഫ് വഴിയെ പോകാൻ പറ്റും, ഡയറക്റ്റ് സ്പോട്ട് ഇനി തരില്ല. എന്തായാലും എന്തായാലും മീറ്റിങ്ങുകൾ, സ്റ്റേറ്റ്മെന്റുകൾ ഇത്ര എത്തിച്ചല്ലേ, സന്തോഷം, താങ്ക് യു. എന്താണ് പറയാനുള്ളത്? വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു തന്നെ കരുതുന്നു. അപ്പോൾ